നിനക്കൊക്കെ സുഖല്ലേ? വർക്ക് ഫ്രോം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ മതി, ജോലിക്ക് പോകണ്ട, കമ്പ്യൂട്ടർ ഓൺ ആക്കിയാൽ മതി, കഴിയുമ്പോൾ ഇറങ്ങിയാൽ മതി. വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവര് ഒരു പണി ഇല്ലാണ്ടിരിക്കുന്നവരാണെന്നാണ് പലരുടെയും വിചാരം. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. പലപ്പോഴും അടുക്കളയിൽ പോയിട്ട് വെള്ളം എടുത്തു കൊടുക്കാൻ പോലുള്ള ടൈം നമുക്ക് കിട്ടാറില്ല. ഈ സ്ക്രീനിന്റെ മുമ്പിൽ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് ലോക്കായി പോകും. ഇതിന്റെ ഇടയിൽ കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ കിട്ടണം, കൃത്യമായിട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യണം, കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്സുകൾ കിട്ടണം. ഈ കമ്പനികൾ ആരും വർക്ക് ഫ്രം ഹോം ആണ് എന്ന് വെച്ചാൽ കുറച്ച് ജോലി ചെയ്യുള്ളൂ എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമുക്ക് ശമ്പളം തന്നെ. ഒരു സാധാ ഓഫീസിൽ പോയിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലികൾ ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും സ്ട്രെസ് അനുഭവിക്കുന്ന പെൺകുട്ടികളാണ്. നീ വർക്ക് ഫ്രം ഹോം അല്ലേ, വീട്ടിൽ പണികൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന? പിന്നെ അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നീ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ ഒന്നും വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പരാതി പറയണവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ഫ്രം ഹോം എന്ന് വെച്ച് വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മളുടെ ചിന്തകളും ബോധവും ഒക്കെ ആ ഓഫീസിൽ തന്നെ സ്റ്റക്കായിരിക്കും. ആ ഒരു വീട്ടിലുള്ള അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പോയിട്ട് മര്യാദയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഇതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി. ഇത് വെറുതെ ശമ്പളം വാങ്ങുന്നവരാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പ്ലീസ് അത് ആദ്യം തന്നെ ഒഴിവാക്കണം. ഏറ്റവും നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. കാര്യം ജോലിക്ക് പോകേണ്ട സമയം വരേണ്ട സമയം നമുക്ക് സേവ് ചെയ്യാമെങ്കിലും അതിന്റെ വർക്കിംഗ് ടൈം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തേ പറ്റും. ഇപ്പോൾ ഇനി വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ പണിയെടുക്കാത്തവരാണ് എന്നുള്ളൊരു മിഥ്യാധാരണയോ അവർ ലൈറ്റ് ജോബാണ് ചെയ്യുന്നതെന്നൊരു മിഥ്യാധാരണയോ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. ദേ ആർ വെരി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. വി ഹാവ് ടു നോ ദെയർ